എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹു അവന് ഹിക്മത്ത് കൊടുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിവ് കൊടുക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 5 കാര്യങ്ങളാണിത് ദുനിയാവിൽ കിട്ടുന്നതാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ്. 2, അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം കാണാം. 3, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ്, എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ്, എല്ലാവരും അവനെ ആദരിക്കുകയാണ്. അവന് പൈസ കൊടുക്കണ്ട, ഇലക്ഷന് നിൽക്കണ്ട, ഫ്ലക്സ് അടിക്കണ്ട, ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു. കാരണം അവനെ അല്ലാഹ് ഇഷ്ടപ്പെട്ടതാണ്. 4മതായിട്ട് പറയുന്നു, അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ്, അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ്. 5മത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ്, അല്ലാഹു അവന് അറിവ് കൊടുക്കുകയാ. മസലകളൊക്കെ പറയാനുള്ള അറിവ് അല്ലാഹു തന്നെ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലം ഇരിക്കുന്നത്. ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്, ഇത് ദുനിയാവിലെ പ്രതിഫലമാണ്. ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാ. ആയിഷ യഹ്ശറു മിൻ ഖബരി അബിയൽ വജ്ഹി, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ, വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, നാളെ ചില മുഖങ്ങൾ വല്ലാതെ പ്രകാശിക്കുന്നതാണ്, ചില മുഖത്ത് വല്ലാത്ത പ്രകാശം. പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളുടെ നടുവില് ഖബറിന്റെ അകത്ത് നിന്ന് ആരാടാ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബാ. റസൂലുള്ളാഹി തങ്ങളാ പറയുന്നത്, രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച ഉപ്പാ, നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച പെങ്ങളോ, നിന്റെ ഭർത്താവ് അറിഞ്ഞില്ല, നിന്റെ മക്കളറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നീയും അല്ലാഹു മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീ ഉണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7മത്തെ പ്രതിഫലം എന്താ? വയസ്റു അലാഹിൽ ഹിസാബ്, നിന്റെ വിചാരണ എളുപ്പവാ, നിന്റെ ഹിസാബ് എളുപ്പവാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. കോടാനി കോടി ജനങ്ങളുണ്ട്, കോടാനി കോടി ജനങ്ങളുണ്ട്. എല്ലാവരും നിൽക്കുമ്പോ അല്ലാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണ്, ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാണ്. എന്നിട്ട് പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തേക്ക് അവരെ നിരത്തി നിർത്തുകയാണ്. അവരല്ലാഹുവേ ഒരു കുറഞ്ഞ സംഘമാണ്, ഒരു കുറഞ്ഞ സംഘമാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ് നബിയേ, അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് ആ വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ? അവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജ്, മുത്തുനബിയല്ലേ പറഞ്ഞത്? അവര് തഹജ്ജുദ് നിസ്കരിച്ചവരാ, അവര് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരാ. അവർക്ക് നാളെ വിചാരണയില്ല. വയദ്ഖുലൂനൽ ജന്ന,
ബിഗൈരി ഹിസാബ്. നാളെ അല്ലാഹു അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ ചെയ്യുകയാണ്. നിങ്ങൾ പൊക്കോ, രാത്രി എഴുന്നേറ്റ് എന്നെ ഓർത്തവരല്ലേ. സുന്ദരിയായ ഭാര്യ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് ഒന്നാൻ ആകാശത്തിൽ വന്നിരിക്കുന്ന എന്നെ കാണാ, എന്നോട് ദുആ ചെയ്യാ. എഴുന്നേറ്റ് നിന്ന മനുഷ്യ, ഇന്ന് നിനക്ക് വിചാരണയില്ല, നിനക്കിന്ന് പ്രയാസമില്ല, യാതൊരു ഭയവും നിനക്കില്ല. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാ. എന്തേ മുസ്ലിമേ, എന്തേ നിനക്ക് ഈമാനില്ലാതെ പോയത്, എന്തേ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? വയുഅതി കിതാബഹു ബിയമീനിഹി യൗമൽ ഖിയാമ. ഈ ചുമലിലിരിക്കുന്ന 2 മലക്കുകളുണ്ടല്ലോ, എല്ലാം എഴുതുകയാണ്. ഞാൻ ഈ പറയുന്നത് എഴുതുകയാണ്, ഈ ഇരിക്കുന്നത് എഴുതുകയാണ്. എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അത് എടുത്തു തരുന്ന ഒരു രംഗമുണ്ട് സഹോദരാ. മുത്തുനബി പോലെ കരഞ്ഞു പോയില്ലേ, റസൂലുള്ള പോലെ കരഞ്ഞു പോയില്ലേ ആയിഷ? ആ സ്ഥലത്ത് ആരും ഉണ്ടാകില്ല ആയിഷ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ. അല്ലാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹനെ മറന്ന് നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്, നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചാ കിതാബ് കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവൻ നരകത്തിന്റെ അവകാശിയാ, അവൻ നഷ്ടപ്പെട്ടു പോയവനാ, അവൻ പരാജയപ്പെട്ടു പോയവനാ. അവനെക്കാളും നശിച്ചാരും പരലോകത്തില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച വാപ്പാ, മോനെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നവരെ അല്ലാഹു നാളെ തരുവടാ. നിന്റെ വലത് കൈയിലേക്ക്, നിന്റെ വലത് കൈയിലേക്ക് ആ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, അല്ലാഹു നിന്റെ വലത് കൈയിൽ വെച്ച് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അവസാനത്തെ പ്രതിഫലം എന്തേ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വയമുറു അല സിറാത്ത്. മഴ പെയ്യുമ്പോ നീ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് ഇടിയും മഴയുമൊക്കെ പെയ്യുമ്പോ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രകാശം കാണാ. ഒരു മിന്നലടിക്കുന്നത് പോലെ, ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. അല്ലാഹുവേ, ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാണ്, നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാണ്. ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം, ആ പാലത്തിന് വല്ലാത്ത നീളമാണ്, അതിന് വല്ലാത്ത ഇരുളാണ്, അതിന് വല്ലാത്ത മൂർച്ചയാണ്, അതിന് വല്ലാത്ത വഴിവഴുപ്പാട്. അത് കടക്കാൻ കോടാനുകോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ പറക്കുന്നവരുണ്ട്, അതിനകത്തുകൂടെ ഇടയുന്നവരുണ്ട്. അല്ലാഹുവേ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. റസൂലുള്ള പറയുന്നു, ആയിഷ ബീവി പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ, ഇടിയും മഴയും വരുമ്പോ ആകാശത്ത് മിന്നൽ കാണുന്നത് പോലെ നാളെ നീ സിറാത്ത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. സിറാത്ത് എന്ന് പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ. അല്ലാഹുവേ,
പത്താമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പത്താമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ഒരു കണ്ണും കാണാത്ത, ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത, എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗപ്രവേശനമാ. നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. ഈ സദസ്സിലിരുന്നു കൊണ്ട് നിസ്കരിക്കുന്നവരാണെന്ന് കൈവക്കിയ മുസ്ലിമേ, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. നിലനിർത്തിക്കോ, മുടക്കല്ലേ, മുടക്കല്ലേ. മരിക്കുന്ന ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കിട്ടിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മയ്യത്ത് കാണാൻ വരുന്നവർ മുഴുവൻ കൊതിപ്പിക്കുന്ന രീതിയില് മയ്യത്ത് കാണാൻ വരുന്നവർ മുഖത്തിട്ടിരിക്കുന്ന തുണി ഉയർത്തി നോക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേ വാപ്പാ, ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, മോനെ ചിരിക്കണ്ടതപ്പടാടാ. മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാർ കാണാൻ വരുന്നവർ മുഴുവൻ കരയുന്ന ദിവസം ആ വെള്ളത്തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ. അപ്പോഴാണ് ചിരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.